കണ്ണൂർ മട്ടന്നൂർ കിൻഫ്ര വ്യവസായ പാർക്കിൽ 3.5 ലക്ഷം കോടിയുടെ പദ്ധതിയുമായി ഹൈദരാബാദ് ആസ്ഥാനമായ ഗോൾഡ് സിക്ക കമ്പനി 1000 ഏക്കർ സ്ഥലത്ത് ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതാണ് പദ്ധതി. കമ്പനി അധികൃതർ മട്ടന്നൂരിലെത്തി കെ ശൈലജ ടീച്ചർ MLAയുമായി ചർച്ച നടത്തി. ഗോൾഡ് സിക്ക MD സയ്യിദ് തനൂജ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മട്ടന്നൂരിലെത്തിയത്. 1000 ഏക്കറിൽ ഗ്ലോബൽ ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതാണ് പദ്ധതി. വിദേശങ്ങളിൽ നിന്ന് ഖനനം ചെയ്യുന്ന സ്വർണ്ണ അയിരിന്റെ ശുദ്ധീകരണം മുതൽ ഡിസൈനിങ്ങും ആഭരണ നിർമ്മാണവും വരെ ഇവിടെ നടക്കും. സ്ഥലം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ ഓഫീസ് തുടങ്ങാൻ ആവശ്യമായ കെട്ടിടവും സർക്കാർ നൽകും. ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം ലഭിച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ ഗോൾഡ് സിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കും. വൻ നിക്ഷേപം എത്തുന്നത് നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കെ ശൈലജ ടീച്ചർ MLA പറഞ്ഞു. കേരളത്തിൽ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മെഗാ സംരംഭമാണ് വരുന്നത്, ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് CEO അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള മെഗാ ബിസിനസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം കാണാനും സാധിക്കൂ. നിക്ഷേപകർക്ക് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ഗോൾഡ് സിക്ക MD സയ്യിദ് തനൂജ് അഹമ്മദ് പറഞ്ഞു. Thank you very much. I request the corporation of the people of Kerala, people of Matanur and Kannur to make this project a global class project, and we are here to stay. And with the cooperation of the government of Kerala and the cooperation of people of Kerala, we will soon ground this project. 5 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തിയാക്കുക. 2 ആഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ഓഫീസ് കിൻഫ്രയിൽ പ്രവർത്തനം തുടങ്ങും. കിൻഫ്ര പാർക്കിലെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിലാണ് ഓഫീസിനായി സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, കണ്ണൂർ.